നമസ്കാരം, ഞാൻ ജോഷിൻ ജോയ്, പീസ് വില്ലേജ് ഫിസിയോതെറാപ്പി യൂണിറ്റിലെ ഇൻചാർജാണ്. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന കണ്ടീഷനെ പറ്റിയാണ്. ഓസ്റ്റിയോ എന്ന് വെച്ചാൽ ബോൺ, ആർത്രൈറ്റിസ് എന്ന് വെച്ചാൽ വാദം, അതായത് ജോയിൻറ്റുകളിൽ വരുന്ന വാദം, അതായത് സന്ധിവാദം എന്ന് പറയും ഇതിന്. ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലെ ഭാരം, അതായത് നമ്മുടെ ബോഡി വെയ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ജോയിൻറ്റുകളാണ്. മെയിനായിട്ട് ഹിപ്പും പിന്നെ നീയും. ഞാനിന്ന് ഇവിടെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് നീയിലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നുള്ളത്. അതായത് നീ ജോയിൻറ്റ് എന്ന സ്ട്രക്ചർ ഉണ്ടാകുന്നത് രണ്ട് ബോണ് ചേർന്നാണ്. ഒന്ന് തൊടയെല്ലും പിന്നെ ടിബിയ എന്ന് പറഞ്ഞ രണ്ട് ബോണും. ഈ രണ്ട് ബോണിൻ്റെ ഇടയിലും തരുണാസ്ഥി എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറുണ്ട്. ഈ തരുണാസ്ഥികൾക്ക് കാലക്രമേണ അത് വീക്ക്നെസ്സും ഡീജനറേഷനും വഴി വരുന്ന കണ്ടീഷനാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് സാധാരണമായി കാണുന്നത് 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ്, കൂടുതലും സ്ത്രീകൾക്കാണ്, പക്ഷേ പുരുഷന്മാരിലും കാണുന്നതാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മെയിനായിട്ട് രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഒന്ന് പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസും മറ്റേത് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസും. പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഇഡിയോപ്പത്തിക് കണ്ടീഷനാണ്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മുടെ ജീവിതശൈലി, നമ്മുടെ ശരീരപ്രകൃതം, ഇതുമൂലം നമ്മുടെ ജോയിൻറ്റുകൾക്ക് തേയ്മാനം സംഭവിക്കുന്നതാണ്. സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ കാൽമുട്ടുകൾക്ക് എന്തെങ്കിലും മുന്നേ നടന്ന പരിക്കുകളോ എന്തെങ്കിലും അതിന് ജോയിൻറ്റിന് സ്ട്രക്ചറിന് എന്തെങ്കിലും വീക്കമോ ചതവോ എന്തെങ്കിലും പറ്റി അതുമൂലം വരുന്നതാണ് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. മെയിനായിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് 4 സ്റ്റേജുകളാണുള്ളത്. ആദ്യത്തെ 3 സ്റ്റേജ് നമുക്ക് മെഡിക്കേഷനും ഫിസിയോതെറാപ്പിയിലും കൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. 4ാമത്തെ സ്റ്റേജ് നമുക്ക് പൂർണ്ണമായും സർജറിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ക്ലിനിക്കലി പ്രസൻറ്റ് പറയുകയാണെങ്കിൽ വേദന, കാൽമുട്ട് വേദനയായിരിക്കും ആദ്യത്തെ കംപ്ലൈൻറ്റ്. പേഷ്യൻറ്റിന് മെയിനായിട്ട് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ കുറേ നേരം നിൽക്കാൻ പറ്റത്തില്ല, കാലിൻ്റെ മുട്ടിന് ചുറ്റും നീര് വെക്കും, വേദന, അതൊക്കെയായിരിക്കും മെയിനായിട്ട് പേഷ്യൻസിന് പറയുന്ന കംപ്ലൈൻറ്റുകൾ. ആദ്യത്തെ സ്റ്റേജുകളിൽ പേഷ്യൻ്റ് വേദന പറഞ്ഞാലും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ 2-3 സ്റ്റേജുകളാകുമ്പോഴത്തേക്കും പേഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യും. അതായത് അവരുടെ സ്ലീപ്പിനെ അഫക്റ്റ് ചെയ്യും, അവരുടെ ഡെയിലി റുട്ടീനെ അഫക്റ്റ് ചെയ്യും, അതുപോലെ അവരുടെ ലിമിറ്റേഷൻ, അതായത് ജോയിൻറ്റിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ പെയിൻ കാരണം റെസ്ട്രിക്റ്റഡ് ആവും. ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ എത്രയും പെട്ടെന്ന് വേഗം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ള ഒരു പേഷ്യൻറ്റിനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം? അതായത് നമുക്ക് 3 രീതി ഫോളോ ചെയ്യാം. ഒന്ന് പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ, പിന്നെ ഫിസിയോതെറാപ്പി റിലേറ്റഡ് എക്സസൈസും, പിന്നെ പേഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും. പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ എന്താണ് ആ കണ്ടീഷൻ എന്നുള്ള ബോധവൽക്കരണം കൊടുക്കുക. അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവരുടെ ഭാവിയിൽ അവർക്ക് സംഭവിക്കാൻ പറ്റുന്നത്, ഇത് എങ്ങനെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ നമുക്ക് പേഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. അതായത് പേഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ ആ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഒരുക്കി കൊടുത്ത് പേഷ്യൻറ്റിന് ഒരു നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ആക്കി കൊടുക്കാൻ സാധിക്കും. ഞാനിനി ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസാണ് ക്വാഡ്രിസെപ്സ് ഐസോമെട്രിക്സ് എന്ന് പറയും. അതായത് നമ്മുടെ ക്വാഡ്രിസെപ്സ് മസിൽസിൻ്റെ നഷ്ടപ്പെട്ട ബലം തിരിച്ചു വരാനുള്ള എക്സസൈസ്. അത് ഇതുപോലെ ഒരു പില്ലോയോ ടവലോ റോൾ ചെയ്തിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ അടിയിൽ വെക്കുക. എന്നിട്ട് പേഷ്യൻറ്റിനോട് ഇത് പ്രസ് ചെയ്യുക. ആ ടവല് താഴോട്ട് പ്രസ് ചെയ്തിട്ട് കാൽ പതിയെ ഉയർത്താൻ പറയാം. ഇത് ഒരു 8 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറയാം. 1 2 3 4 5 6 7 8 റിലാക്സ്. ഈ ഒരു എക്സസൈസ് ഒരു ഡെയിലി ഒരു 10 തവണ 2 നേരമായിട്ട് ചെയ്യാൻ പറ്റും. രാവിലെയും രാത്രിയുമായി നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സസൈസ്. നെക്സ്റ്റ് എക്സസൈസാണ് അതുപോലെ തന്നെ ഒരു ടവൽ റോൾ എടുത്ത് ആംഗിൾ ജോയിൻ്റെ അടിയിൽ വെച്ചിട്ട് പേഷ്യൻറ്റിനോട് ഇത് മസിൽ സ്ക്വീസ് ചെയ്ത് താഴോട്ട് പ്രസ് ചെയ്യാൻ പറയാം. എന്നിട്ട് ഇത് 8 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 റിലാക്സ്. ഇത് നേരത്തെ ചെയ്ത എക്സസൈസ് പോലെ തന്നെ 8 to 10 സെറ്റ് രാവിലെയും വൈകിട്ടായിട്ട് നമുക്ക് ചെയ്യാം. അടുത്ത എക്സസൈസാണ് നമ്മുടെ പേഷ്യൻ്റെ പതിയെ കാലിൽ ആദ്യം പേഷ്യൻറ്റിനോട് പറയുക മസിൽസ് സ്ക്വീസ് ചെയ്യാൻ പറയുക. കാലിലെ മസിൽസ് ടൈറ്റ് ആക്കിയിട്ട് പതിയെ കാല് മേലോട്ട് ഒരു 40 ഡിഗ്രി വരെ പൊക്കാൻ പറയാം. ഇത് ഹോൾഡ് ചെയ്യാൻ പറയാം. 1 2 3 4 5 6 7 8 റിലാക്സ്. ഇത് സെയിം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8 to 10 ടൈംസ് ചെയ്യുക. 2 സെറ്റ് ചെയ്യാം. അടുത്ത എക്സസൈസാണ് കാലുകൾ രണ്ടും മടക്കി വെച്ചിട്ട് പേഷ്യൻറ്റിനോട് ഒരു ടവൽ ഇതുപോലെ തന്നെ ഈ 2 കാലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ കാൽ ഉള്ളിലോട്ട് പ്രസ് ചെയ്യാൻ പറയാം. 1 2 3 4 5 6 7 8 റിലാക്സ്. ഇതും സെയിം എക്സസൈസ് നമുക്ക് ഒരു 8 to 10 ടൈംസ് ഡെയിലി ചെയ്യാം, അതായത് 2 നേരമായിട്ട്. നെക്സ്റ്റ് എക്സസൈസ് പേഷ്യൻറ്റിനെ സിറ്റിംഗ് പൊസിഷനിൽ ഇരുത്തിയിട്ട് പേഷ്യൻറ്റിനോട് തൈ മസിൽസിലെ തുടയിലെ മസിൽസ് ടൈറ്റ് ചെയ്തിട്ട് കാല് മേലോട്ട് ഉയർത്താൻ പറയുക. സെയിം ഇതും 8 to
10 to 8 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറയാം. 1 2 3 4 5 6 7 8 റിലാക്സ്. ഇതും സെയിം എക്സസൈസ്. ഇത് നമുക്ക് 8 to 10 റിപ്പീറ്റേഷൻ 2 സെറ്റായിട്ട് ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രിക്കോഷൻസ് ആണ്. ഇപ്പോൾ പേഷ്യൻറ്റിന് സിവിയർ പെയിൻ ആണെങ്കിൽ ഫസ്റ്റ് ഫിസിയോതെറാപ്പി തന്നെ മൊഡാലിറ്റി ട്രീറ്റ്മെൻറ്റ് ഉണ്ട് വേദന കുറയ്ക്കാനുള്ളത്. ആ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം എക്സസൈസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു ഓർത്തോ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേദന കുറയ്ക്കാനുള്ള പെയിൻ കില്ലേഴ്സ്, പെയിൻ ടാബ്ലറ്റ്സ് എടുക്കുക. സിവിയർ പെയിൻ ഉള്ള സമയത്ത് എക്സസൈസ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ മോയിസ്റ്റ് പാക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ഹോട്ട് വാട്ടർ ബാഗോ ഇല്ലെങ്കിൽ ഐസ് പാക്കോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.